ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏതറ്റം വരെ പോയാലും ജഗനെ ജാമ്യത്തിലിറക്കാൻ സാറ് പ്രഗത്ഭനായ വക്കീലിനെ കൊണ്ടുവരും. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ജഗന് ജാമ്യം കിട്ടാൻ പാടാ. കൊലപാതക കുറ്റവാ, 2 കൊലപാതകം, കരുതി കൂട്ടിയുള്ള വാഹനാപകടം. അതിനു മുമ്പ് ആ ജോലിക്കാരി ഇങ്ങോട്ട് പോയി. അവള് വർഷയായിരിക്കോ? ഏയ്, ഒരിക്കലുമില്ല. എനിക്ക് തോന്നിയതായിരിക്കും. വിക്രം, എനിക്കൊരു അർജന്റ് കോൾ വന്നു, അതാ പുറത്തിറങ്ങിയത്. എന്തായാലും എന്റെ സങ്കടം നിങ്ങളോട് പറഞ്ഞപ്പോ വലിയ ആശ്വാസമായി. എന്റെ സങ്കടം കേട്ടതിന് ഒരുപാട് നന്ദിയുണ്ടമ്മേ. ഇനിയും സങ്കടം പറയാനുള്ളപ്പോ വിക്രമിന് ധൈര്യമായിട്ട് ഇവിടേക്ക് വരാം. ആരും ഇറക്കി വിടില്ല. നന്ദി. ഇനി മുതല് ഈ കോവിലകവും എന്റെ കുടുംബമാണ്. വെഴുതി വീണതോ അതോ ആരെങ്കിലും? ഈശ്വരൻ, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്നോടൊന്ന് പറയാറുന്നില്ലേ? ശ്യാമേ, ശ്യാം, ശ്യാം. മോളെ, മരിച്ചുപോയ ആ വർഷ ശ്യാമിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ കോളേജ് മേറ്റ് ആയിരുന്നു. ശ്യാം പറഞ്ഞ ആ കാര്യം എനിക്കറിയാമേ. അവളുടെ മരണം അവന്റെ അമ്മയായ എന്നെ പോലും വല്ലാതെ തളർത്തി കളഞ്ഞു. അപ്പൊ പിന്നെ ശ്യാമിന്റെ കാര്യം പറയാനുണ്ടോ മോളെ? മോളെ, കുറച്ചു സമയം അവൻ ഒറ്റയ്ക്കിരിക്കട്ടെ. മതി വരുവോളം കരയട്ടെ. അതിനുള്ള അവസരം കൊടുക്കുക നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആശ്വാസം. മോള് വാ. വക്കീല വക്കീല. ഹലോ, പറ വക്കീലേ. താൻ എന്താണ് ഇതൊരു ഫോൺ എടുക്കാതിരുന്നേ? സാറേ, കോടതിയില് ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? പറഞ്ഞോളൂ. എടോ, വ്യാഴാഴ്ചക്ക് ഇനി 4 ദിവസമേ ഉള്ളൂ. എന്റെ മോന് ജാമ്യം കിട്ടുമോ? ഒരു 95% ജാമ്യം കിട്ടിയെന്ന് തന്നെ കരുതിക്കോ. ജഗനെ ഉടനെ തന്നെ കോടതിയിൽ കൊണ്ടുവരും. ജാമ്യാപേക്ഷ ഇന്ന് തന്നെ സമർപ്പിക്കും. ജാമ്യാപേക്ഷ ഇന്ന് തന്നെ സമർപ്പിക്കുന്നു. കോടതി കഴിഞ്ഞിട്ട് വിളിക്കാം.
ആ ശരി 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 ശരി. ആയിക്കോട്ടെ വിളിക്കാൻ മറക്കല്ലേ. ആ ഓക്കെ. ആ, ജഗന് ഒരു 95% ജാമ്യം ഉറപ്പാണെന്നാ വക്കീല് പറഞ്ഞത്. ഈശ്വര, എന്തെങ്കിലും വ്യക്തമായ സൂചന കിട്ടാതെ വക്കീൽ അങ്ങനെ പറയില്ലല്ലോ. എന്റെ ദേവി, നേർന്ന വഴിപാടുകളൊക്കെ ഞാൻ നടത്തിക്കൊള്ളാം. എന്റെ കുഞ്ഞിന് ജാമ്യം കിട്ടണേ. ദേ, ഇനി എന്റെ കുഞ്ഞിന് ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അതിനുവേണ്ടി എന്ത് സ്വാധീനം ഉപയോഗിച്ചാലും സാരമില്ല. ഏതറ്റം വരെയും ഞാൻ പോകും. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ജഗന്റെ കാര്യത്തിൽ ചെറിയ ചില ഉപേക്ഷ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പരിഹരിക്കും, എല്ലാം പരിഹരിച്ചിരിക്കും. അത് വേണം. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞ് ഇനി ജയിലിൽ കിടക്കാൻ പാടില്ല. വർഷയുടെ മരണാനന്തര ചടങ്ങ് നടത്തണമെന്ന് അച്ഛൻ ഒരേ നിർബന്ധം. ചടങ്ങിന് കുടുംബാംഗങ്ങളെല്ലാം പങ്കെടുക്കുമ്പോ ജഗൻ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ആഗ്രഹിക്കുന്നതൊന്നും നടക്കില്ലല്ലോ. ഇന്ന് കോടതിയിൽ കൊണ്ടുപോയാൽ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടോ ജഗ? അല്ല, കരുണാകരക്കുറുപ്പ് സാറ് വെറുതെ ഇരിക്കില്ലല്ലോ. ഏതറ്റം വരെ പോയാലും ജഗനെ ജാമ്യത്തിലിറക്കാൻ സാറ് പ്രഗത്ഭനായ വക്കീലിനെ കൊണ്ടുവരും. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ജഗന് ജാമ്യം കിട്ടാൻ പാടാ. കൊലപാതക കുറ്റവാ, 2 കൊലപാതകം, കരുതി കൂട്ടിയുള്ള വാഹനാപകടം, കുറഞ്ഞത് 2 ജീവപര്യന്തം ഉറപ്പാ. വിക്രം, വർഷയെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നത് ശരിയാ. പക്ഷേ ആ സത്യം വർഷയോട് എനിക്ക് തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നില്ല. അവൾ എന്നെ ഒരു സുഹൃത്തായി മാത്രമേ കണ്ടിരുന്നുള്ളൂ. വിക്രവുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചതിൽ പിന്നെ ഞാൻ അവളെ ഒരു സുഹൃത്തായി മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങളുടെ വിവാഹശേഷവും അങ്ങനൊരു ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. ശ്യാം എന്തിനാണ് ഒരു കുറ്റസമ്മതം നടത്തുമ്പോൾ എന്നോട് സംസാരിക്കുന്നത്? വിക്രം, എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്താ ശ്യാമേ ഇത്? എനിക്ക് ഒരു തെറ്റിദ്ധാരണയും ശ്യാമിനോടില്ല. എന്റെ ഒരു കൂടപ്പുറപ്പിന്റെ സ്ഥാനത്താണ് ഞാൻ ശ്യാമിനെ കാണുന്നേ. അതാ ആരോരും ഇല്ലാത്ത ഞാൻ എന്റെ സങ്കടങ്ങൾ പറയാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് കുറച്ചു നേരം ഇരിക്കുമ്പോ എന്റെ വർഷയുടെ സാമീപ്യം അനുഭവപ്പെടുന്ന പോലെ തോന്നും എനിക്ക്. മാനത്തെ കൊട്ടാ